ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ബദ്റൂസ് കിച്ചൻ. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്കും അവിടെ സുഖമൊക്കെ തന്നെ കേട്ടോ. അപ്പോൾ എൻ്റെ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കൂ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോട് ചെയ്യണം. അടുപ്പത്ത് വേവിക്കാനിട്ടിട്ടുണ്ട്, കുക്കറിലിട്ടതാണ്. അപ്പോൾ ആദ്യം തന്നെ ഒരു കട്ടൻ ചായയൊക്കെ കുടിക്കാനാണ് കേട്ടോ. കുട്ടികളൊക്കെ എണീറ്റതിന് ശേഷം പാൽ ചായ ഉണ്ടാക്കാമെന്ന് വെച്ചിട്ടാണ്. പിന്നെ അത് കുറച്ച് ഉരുളക്കിഴങ്ങ്, തക്കാളി, സബോള, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത് അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് ഗ്രീൻ ബീൻസും കിഴങ്ങും കൂടിയിട്ട് ഒരു മസാലക്കറി ഉണ്ടാക്കാനാണ്. അപ്പോൾ ഇത് രാവിലത്തെ ചായക്കടിക്കുള്ള കറിയാണ്. അതുപോലെ തന്നെ ഉച്ചക്കലേക്കും ഈ കറി തന്നെയാണ് കേട്ടോ പിന്നെ എടുക്കുക. അപ്പോൾ ഇതാ ഗ്രീൻ ബീൻസൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാനിതാ മുറിച്ച് വെച്ചിരുന്ന കിഴങ്ങും തക്കാളി, സബോളയും എല്ലാം ഇട്ട് കൊടുക്കും. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി അതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഒരു വിസിലിട്ട് വേവിക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം, വിസിലിടാതെയും വേവിക്കാം കേട്ടോ. പിന്നെ ഞാൻ തേങ്ങയൊക്കെ ചിരകി റെഡിയാക്കി അരച്ചിട്ട് അത് മാറ്റി വെച്ചിട്ടുണ്ട്. എന്തായാലും ഒരു ഗ്ലാസ് പാൽ ചായ കുടിക്കട്ടെ കേട്ടോ. അപ്പോൾ ഇന്ന് വെച്ച പാൽ ചായക്ക് കുറച്ച് കടുപ്പം കുറഞ്ഞു പോയിട്ടുണ്ട്. ഞാൻ അവിടെ ഒരു ചിരകയുണ്ട് കേട്ടോ, തേങ്ങ ചിരക. അതിലിരുന്ന് ഞാൻ എന്താ ഒരു ഗ്ലാസ് ചായയൊക്കെ കുടിക്കുകയാണ്. കടുപ്പം കുറയുന്ന ചായ അധികം ഇഷ്ടമല്ല. ഞാൻ കടുപ്പത്തിൽ ചായ കുടിക്കുമ്പോൾ കുട്ടികളും അതേ കടുപ്പത്തിൽ കുടിക്കേണ്ടതെന്ന് വെച്ചിട്ടാണ് കേട്ടോ പിന്നെ കുറേശ്ശെ കടുപ്പമൊക്കെ കുറച്ചെടുക്കുന്നത്. അങ്ങനെ ഇതാ സമാധാനത്തിലിരുന്ന് ഒരു അര ഗ്ലാസ് ചായയൊക്കെ ചൂട്ടോടെ കുടിക്കുകയാണ്. ഇതിന് മുമ്പുള്ള വീഡിയോയ്ക്ക് നിങ്ങൾ തന്ന സപ്പോർട്ടിനും സഹകരണത്തിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ലൈക്ക് അടിച്ചതിനും കമൻറ്റ് ഇട്ടതിനും പുതിയ കൂട്ടുകാരൊക്കെ വന്നതിനും എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ അത് അരച്ച് വെച്ച തേങ്ങയൊക്കെ ഒഴിക്കാറായിട്ടുണ്ട് കേട്ടോ. കിഴങ്ങൊക്കെ ശരിക്കൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി തേങ്ങയൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് ചെറുതായിട്ട് തിളച്ചതിന് ശേഷം ഒന്ന് കടുക് വറുത്തെടുക്കുക. അതുപോലെ കറി വയ്ക്കുമ്പോൾ ചെറിയൊരു കഷ്ണം കുമ്പളങ്ങയൊക്കെ ഇട്ട് കൊടുത്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. കുമ്പളങ്ങയൊക്കെ ഒന്ന് എടുത്ത് കഴിക്കാൻ നല്ല രുചി ഉണ്ടാകും. അപ്പോൾ ഇതിൽ കുമ്പളങ്ങയൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. കറിയൊക്കെ ഒന്ന് തിളച്ച് വന്നു. കറി ഇതാ കടുക് വറുത്ത് ഒഴിക്കാൻ കേട്ടോ. കുറച്ച് കറിവേപ്പിലയും മല്ലിയിലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് നൂൽപുട്ട് ഉണ്ടാക്കാനാണ്. കുറേ ദിവസമായിട്ടാണ് നൂൽപുട്ടൊക്കെ ഒന്ന് ഉണ്ടാക്കിയിട്ട്. അപ്പോൾ ഒന്ന് ഇങ്ങനെ നൂൽപുട്ടൊക്കെ ഉണ്ടാക്കാമെന്നൊക്കെ അടച്ചിട്ട് ഈ മുറിക്കകത്ത് ഇരുന്ന് വോയിസ് കൊടുക്കുമ്പോൾ സൗണ്ടൊക്കെ ഒരു ഡിഫറെൻ്റ് ആയിട്ടൊക്കെ തോന്നാറുണ്ട് കേട്ടോ. ഭയങ്കര എന്തോ ഒരു ഇടങ്ങേറ് പോലെയൊക്കെ എനിക്ക് തോന്നുന്നുണ്ട് വോയിസ് ലാസ്റ്റ് കേൾക്കുമ്പോൾ. അതേ അടച്ചിട്ട് മുറിക്കകത്തിരുന്ന് വോയിസ് കൊടുത്തിട്ടാണെന്നാണ് തോന്നുന്നത്. എൻ്റെ കൂട്ടുകാരികളൊക്കെ പറയാറുണ്ട് ഓരോ വീഡിയോയിലും ഓരോരോ സൗണ്ടാണ്, വോയിസൊക്കെ വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ. അതെന്താണെന്ന് എനിക്കൊന്നും അറിയില്ല. നമ്മൾ ഈ അടച്ചിട്ട റൂമിലിരുന്ന് വോയിസ് കൊടുത്തിട്ടായിരിക്കും എന്നാണ് തോന്നുന്നത്. നോമ്പിന് മുമ്പ് തന്നെ കുറച്ച് അരിയൊക്കെ പൊടിച്ച് വെക്കണം എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ അരിയൊക്കെ ഞാൻ പൊടിച്ച് വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ റേഷൻ കടയിൽ നിന്ന് കിട്ടിയ അരി തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒന്ന് അരിച്ചെടുക്കുകയാണ് കേട്ടോ. എന്തെങ്കിലും ചെറിയ കരടുണ്ടെങ്കിൽ അതിൽ പെട്ട് കഴിഞ്ഞാൽ പിന്നെ ആകെ വല്ലാത്തൊരു പണി കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ഇടിയപ്പത്തിൻ്റെ അച്ചൊക്കെ വളരെ നൂലുപോലെ നൈസ് അച്ചാണ്. അതുകൊണ്ട് തന്നെ നല്ലപോലെ അരിച്ചിട്ട് വേണം പൊടിയൊക്കെ ഒന്ന് വാട്ടിയെടുക്കാൻ. പിന്നെ നമ്മൾ റേഷൻ കടയിലെ പൊടിയിലൊക്കെ ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ മാവൊക്കെ ഒരു ഒട്ടലുണ്ട് കേട്ടോ. നല്ലൊരു പശയുള്ള മാവാണ് കേട്ടോ. ശ്രദ്ധിച്ചിട്ട് വേണം പൊടിയൊക്കെ ഒന്ന് വാട്ടിയെടുക്കാൻ. വെള്ളം ഒരുപാട് തിളപ്പിക്കാനൊന്നും പറ്റില്ല കേട്ടോ. നല്ലപോലെ ഒന്ന് ചൂടായതിന് ശേഷം ഇങ്ങനെ പൊടിയിൽ ഒഴിച്ചു കൊടുത്തിട്ട് വാട്ടിയെടുക്കണം കേട്ടോ. എന്നാലേ ഒട്ടാതെ ശരിക്കും നല്ലപോലെ ഇടിയപ്പം കിട്ടുള്ളൂ. അപ്പോൾ അത് ഇടിയപ്പത്തിൻ്റെ തട്ടിൽ ഞാൻ വെളിച്ചെണ്ണയൊക്കെ ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട്. വെച്ചിട്ടും ഇടിയപ്പമൊക്കെ പിഴിഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കുകയാണെങ്കിലും ഇടിയപ്പം ഉണ്ടാക്കുകയാണെങ്കിലും ഇതുപോലെ വെളിച്ചെണ്ണ തേച്ചിട്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയെടുക്കാറുള്ളത്. ഒന്ന് കുട്ടികൾ സ്കൂളിലേക്കും ഇടിയപ്പം തന്നെയാണ് കേട്ടോ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇടിയപ്പം പറഞ്ഞാൽ പെട്ടെന്ന് കഴിയണ പണിയാണ്, എന്നാൽ ഒരു മടിയാണ് കേട്ടോ എനിക്ക് ഇടിയപ്പം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ. മുൻപൊക്കെ അങ്ങനെയല്ലായിരുന്നു, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കും. ഇപ്പോൾ കുറേ ആയിട്ട് ഇപ്പോൾ ഇടിയപ്പം ഉണ്ടാക്കുക പറയുമ്പോൾ വല്ലാത്തൊരു മടിയാണ്. വേവനരിയിൽ മാവൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ പിഴിഞ്ഞെടുക്കുന്ന സമയത്ത് അതേപോലെ മാവൊക്കെ കുറച്ചിങ്ങനെ പൊന്തി വരാറുണ്ട് കേട്ടോ. മുകളിലേക്കായിട്ട് നിൽക്കാറുണ്ട്. ഞാനിപ്പോൾ മാവ് അതിൻ്റെ മുകൾ ഭാഗത്തും കൂടെ ഒരു ചില്ല് വെച്ച് കൊടുക്കണം കേട്ടോ. മാവൊക്കെ ഇട്ടതിന് ശേഷം അതിൻ്റെ മുകൾ ഭാഗത്തും കൂടെ ഒരു 2 ചില്ലുണ്ട്. അപ്പോൾ ഒരു ചില്ല് ഈ മുകൾ ഭാഗത്ത് ഇങ്ങനെ വെച്ച് കൊടുക്കും. ഇങ്ങനെ വെക്കുമ്പോൾ ഒരുപാട് മാവ് അങ്ങോട്ട് പുറത്തേക്ക് തള്ളി വരാറില്ല. എന്നാലും മാവ് വരാറൊക്കെ ഉണ്ട് കേട്ടോ. ഒട്ടും വരാകെയല്ല, കുറേശ്ശെ മാവൊക്കെ വരാറുണ്ട്. അങ്ങനെ കുട്ടികളൊക്കെ ഇടിയപ്പം കഴിച്ച് അവർ പാത്രത്തിലൊക്കെ ആക്കി അവരുടെ കൂട്ടുകാരി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർ 3 കൂടെ പോകാൻ നിൽക്കുകയാണ് സ്കൂളിൽ. ഇതപ്പോൾ എന്നും ഇവിടെ ഉള്ളൊരു പതിവാണ് കേട്ടോ. ഇറങ്ങാൻ നേരത്തെ അയാൻ കുട്ടിക്ക് ഒരു ഉമ്മ കൊടുക്കണം. അപ്പോൾ അവനാണെങ്കിൽ ഇഷ്ടമല്ല ഉമ്മ കൊടുത്തതും വേഗം തുടച്ച് മാറി. ഉമ്മ കൊടുത്താലും അപ്പം തന്നെ അവനിക്ക് വേഗം അങ്ങോട്ട് തുടച്ച് വൃത്തിയാക്കി വെക്കണം. അങ്ങനെ അവർ 3 പേരും സ്കൂളിലേക്ക് പോയിട്ടാണ്. പിന്നെ കുറച്ച് നേരം ഞാനിങ്ങനെ സിറ്റ് ഔട്ടിലിരിക്കും. പിന്നെ അവർ ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം എക്കാക്കൊക്കെ ഒന്ന് ഫോൺ ചെയ്യും, എൻ്റെ വീട്ടിലേക്ക് ഒന്ന് ഫോൺ ചെയ്യും. എനിക്ക് രാവിലെ കഴിഞ്ഞ പോലെയാണ് കേട്ടോ. അപ്പോൾ അവർ പോയി കഴിഞ്ഞാൽ അങ്ങനെയുണ്ട്, എല്ലാവർക്കും ഒന്ന് ഫോൺ ചെയ്ത് സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാനും അയ്യാൻകുട്ടിയും കൂടി കഴിക്കാനിരിക്കും. അയ്യാൻകുട്ടിൻ്റെ കഴിക്കലൊക്കെ കണക്കാണ് കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോന്നോരോന്ന് ഇങ്ങനെ 1 വേണം 2 വേണമെന്നൊക്കെ ചോദിച്ചുകൊണ്ടേ നടക്കും. പിന്നെ അതെല്ലാം കഴിഞ്ഞു. പിന്നെ പാത്രം കഴുകാനൊക്കെ കുറേ അതിന് മുമ്പ് തന്നെ മെഷീനിൽ തുണി കഴുകാനിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചായതിന് ശേഷം മെഷീനിൽ തന്നെയാണ് കേട്ടോ തുണി കഴുകുന്നത്. വലത്തെ
ഇടത് കൈ വല്ലാത്തൊരു വേദന. പിന്നെ ഞാൻ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഗ്ലാസ് ബ്രൂ കാപ്പിയൊക്കെ ഇട്ട് കുടിക്കുകയാണ്. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ കടുങ്കാപ്പിയൊക്കെ കുടിക്കാനും നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ കാപ്പിയൊക്കെ കുടിച്ച് ചോറ് വയ്ക്കുന്നത് പുറത്താണ് കേട്ടോ. കുറച്ച് വേവുള്ള അരിയൊക്കെ ഉണ്ട്. ഇപ്പോൾ റേഷൻ കടയിൽ നിന്ന് കിട്ടിയ അരിയൊക്കെ അതുകൊണ്ട് തന്നെ ഇന്ന് പുറത്ത് ചോറ് വയ്ക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ 3 കല്ലൊക്കെ കൂട്ടി കുറച്ച് വിറക് ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അടുപ്പൊക്കെ തീ പൂട്ടി പിന്നെ ചോറ്റിന് അരിയൊക്കെ ഇട്ട് കൊടുത്തു. ഞങ്ങൾ താമസിക്കുന്ന ക്വാർട്ടേഴ്സിൻ്റെ പുറകു വശം ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് വീഡിയോയിലൊക്കെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഓരോ ക്വാർട്ടേഴ്സിന് പുറകിലും ഇങ്ങനെ അലക്കുകല്ലൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അവിടെ കുറച്ച് ഗ്യാപ്പ് ഉണ്ട് കേട്ടോ. ആ സ്ഥലത്താണ് കേട്ടോ ഞാനിപ്പോൾ തീയൊക്കെ കത്തിച്ചിരിക്കുന്നത്. കഫത്തിൻ്റെ ശല്യം അതുകൊണ്ടാണ് വോയിസൊക്കെ വിട്ട് കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ ചോറ്റിന് അരിയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി കറിയൊന്നും വെക്കണ്ടല്ലോ, കറിയൊക്കെ വെച്ചതിരിക്കുന്നുണ്ട്. പിന്നെ ചോറൊക്കെ അവിടെ കിടന്ന് മെല്ലെ വേകട്ടെ. പിന്നെ തുണി കഴുകാൻ പിന്നെ മെഷീനിലിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. പിന്നെ ഒരു കുറച്ച് മത്തൻ ഉണ്ട് കേട്ടോ. അതൊന്ന് എലിശ്ശേരി ഉണ്ടാക്കണം. അപ്പോൾ ചോറ് വേകുമ്പോഴേക്കും മത്തനൊക്കെ ഒന്ന് മുറിച്ചെടുക്കാൻ വേണ്ടി ഞാൻ അടുക്കളയിൽ പൊടിയുള്ള മത്തനാണ് കേട്ടോ. അപ്പോൾ വേറെ പയറൊന്നും ഇടാണ്ട് വെറും മത്തൻ മാത്രം കുറച്ച് എലിശ്ശേരി വയ്ക്കാനാണ്. അപ്പോൾ അതൊക്കെ മുറിച്ചെടുത്ത് ഉപ്പും മഞ്ഞൾപ്പൊടിയും പാകത്തിന് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് ഞാൻ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. മത്തൻ എലിശ്ശേരി എങ്ങനെ വെച്ചാലും ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ. പയറിട്ട് വെച്ചാലും പയറിടാതെ വെച്ചാലും എല്ലാവരും നല്ലപോലെ കഴിക്കും. അപ്പോൾ അതൊന്ന് വെന്ത് വരുന്ന നേരം കൊണ്ട് അതിനുള്ള അരപ്പൊക്കെ ഒന്ന് അരച്ചെടുക്കുകയാണ്. തേങ്ങയും കുറച്ച് ജീരകം, വെളുത്തുള്ളി, പച്ചമുളക് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ അരച്ചെടുക്കുമ്പോഴേക്കും അയ്യാൻകുട്ടി ഇങ്ങനെ ഓരോന്ന് വേണം പറഞ്ഞ് വരിക. തലേ ദിവസം നനച്ച് വെച്ച അവിൽ കുറച്ച് ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ ആ ഫ്രിഡ്ജിൽ നിന്ന് ആ പാത്രം കൊണ്ട് എടുത്ത് പുറത്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. അത് വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതൊരു ചെറിയൊരു ബക്കറ്റ് പോലത്തെ ഒരു പാത്രമാണ് കേട്ടോ. ഞാൻ അതിലിട്ടിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചതാണ്. അവൻ ആ പാത്രമൊക്കെ നല്ല ഓർമ്മയുണ്ട് കേട്ടോ. ഏതിലാണ് ഇട്ട് വെച്ചെന്ന് നല്ല ഓർമ്മയുണ്ട്. നമ്മൾ കടയിൽ നിന്ന് ഈ ഗുലാബ് ജാം പോലത്തെ ഒരു മുട്ടായി ഉണ്ട് കേട്ടോ. അത് മേടിക്കുമ്പോൾ കിട്ടുന്നതല്ല. ഇതിൽ ലാസ്റ്റ് ഒരു 3-4 ആ ജാം ഉണ്ടായിരുന്നു കേട്ടോ, ഗുലാബ് ജാം. അപ്പോൾ ഞാൻ ഈ പാത്രം ഇങ്ങോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അതിലുള്ള മുഴുവൻ മുട്ടായും ഇങ്ങോട്ട് ഞാൻ മേടിച്ചു. ഇതുപോലെ കുഞ്ഞു പാത്രങ്ങളൊക്കെ കണ്ടാൽ ഒരുപാട് ഇഷ്ടമുണ്ട് നമ്മൾക്ക്, പ്രത്യേകിച്ച് അടുക്കളയിലൊക്കെ പെരുമാറുന്നത് നമുക്ക്. അപ്പോൾ ഞാൻ ആ പാത്രത്തോടെ ചെറിയൊരു ബക്കറ്റ് നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഞാൻ ആ ബക്കറ്റോടെ എനിക്ക് അത് വേണമെന്ന് ആ കാക്കുവിനോട് പറഞ്ഞിട്ട് ഞാൻ ആ മുട്ടായി മുഴുവനും ആ പാത്രത്തോടെ ഇങ്ങോട്ട് മേടിച്ചു കേട്ടോ. ചോറൊക്കെ ചോറ് വാർത്ത അടുപ്പിൽ തന്നെ തലേ ദിവസം വെച്ച കുറച്ച് ചോരമീൻ്റെ കറി ഇട്ടിട്ട് അതും കൂടെ ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അയ്യാൻകുട്ടി ഇത് അവിടെ നിന്ന് ഇരുന്നിട്ട് ഇങ്ങനെ അവിലൊക്കെ തിന്നുകയാണ്. അവന് പുറത്തിരുന്ന് കഴിക്കുന്നതാണ് ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് അവൻ ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ അവിൽ കഴിക്കണൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഇവനെ ഇവിടെ ഒറ്റയ്ക്ക് ഇരുത്തിയിട്ട് പോകാനും പേടിയാണ്. തീയാണല്ലോ. അപ്പോൾ വന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്താലോ എന്നൊരു ചെറിയൊരു പേടിയുണ്ട് കേട്ടോ. പിന്നെ അത് ആ മത്തനൊക്കെ വെന്ത് വന്നു. അപ്പോൾ ഈ അരപ്പൊക്കെ അതിലിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇനി ഒന്ന് കടുക് വറുത്ത് കഴിഞ്ഞാൽ മത്തൻ എലിശ്ശേരിയുമായി. അപ്പോൾ പിന്നെ ഇതിൻ്റെ ഇടയിൽ അടിച്ചുവാരലും തുടയ്ക്കലും തുണികൾ തോരലിടലും അതെല്ലാം ഇതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ചെയ്തു കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ നമുക്ക് വീഡിയോ എടുക്കാനൊന്നും ആവുന്നില്ല. അങ്ങനെ കറിയൊക്കെ എലിശ്ശേരിയൊക്കെ കടുക് വറുക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ കുളിയും നമസ്കാരമൊക്കെ കഴിഞ്ഞ് ഞാനും അയ്യാൻകുട്ടിയും കൂടെ പിന്നെ ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിക്കാൻ കേട്ടോ. പിന്നെ ഓരോ പപ്പടമൊക്കെ ഉണ്ട്, അതും വറുത്തിട്ടുണ്ട്. കുറച്ച് കൊണ്ടാട്ട മുളകുണ്ട്, അതും പൊരിച്ചെടുത്തു കേട്ടോ. അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ടതിന് ഒരുപാട് താങ്ക്സ് ഉണ്ട്. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.